ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ആദ്യശ്രീ സുരേഷാണ്. ആദ്യശ്രീ സുരേഷ് പഠിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ആദ്യശ്രീയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ട് കേട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് ആസ്വദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സന്തോഷം. സന്തോഷം, വളരെ ഹാപ്പിയാണല്ലോ മുഖത്ത്. ഹാപ്പിയാണ്. സമ്മാനം കിട്ടേണ്ട ഇതാണോ? ഫസ്റ്റ് ടൈമാണ് ജില്ലയിൽ നിന്നൊക്കെ. അതെ, ഈ കഴിഞ്ഞ തവണയൊക്കെ ജില്ല വരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു മിമിക്രിയിൽ മത്സരിച്ചില്ല, നാടകത്തിന് അങ്ങനെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ജില്ല വരെയൊക്കെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണല്ലേ? സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. അപ്പൊ അതാണ് ഇത്രയൊരു സന്തോഷം, എക്സൈറ്റഡ് ആണല്ലേ? അതെ അതെ. ഓക്കെ. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? മത്സരമൊക്കെ അടിപൊളിയാണ്, നല്ലതാണ്. നന്നായിട്ട് പെർഫോം ചെയ്തു. കുറെ കുട്ടികളുണ്ടായിരുന്നു? കുറച്ച് മത്സരിക്കാൻ കുറച്ച് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എന്താണ് ഈ മിമിക്രി? സാധാരണ കുട്ടികൾക്ക്, ആൺകുട്ടികളാണ് മിമിക്രിയിൽ നമുക്ക് സ്റ്റേജ് ഷോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ കൂടുതലായിട്ടും കാണാറ് ആൺകുട്ടികളുടെ ഒരു പെർഫോമൻസ് ആണ്, മിമിക്രി അല്ലെങ്കിൽ വൺ ആക്ട് പ്ലേയിലൊക്കെ വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇത് ചെറുപ്പം മുതലേ കാണാറുണ്ട്, ഇഷ്ടമാണ്. പിന്നെ ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോ ചെറിയ സൗണ്ടൊക്കെ ഒബ്സർവ് ചെയ്ത് കേട്ട് ചെറുങ്ങനെ ചെയ്യാറുണ്ട്. ചെറുപ്പം മുതലേ ഇത് സൗണ്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? നന്നായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ചുറ്റും നിരീക്ഷിക്കും അങ്ങനെയൊക്കെ. ഓക്കെ. ആദ്യ സൈഡ് വീട്ടിലിറങ്ങിയിട്ട് വീട്ടില് അച്ഛൻ, അമ്മ, അമ്മുമ്മ, മാമൻ, ഭാര്യ, അനിയൻ. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കലാപ്രവർത്തനം? അച്ഛനും അമ്മയും പിന്നെ അനിയനും. അച്ഛന്റെ പേരെന്താ? സുരേഷ്. അമ്മയുടെ പേര് പ്രജിന. അനിയൻ? ആത്മജ് സുരേഷ്. ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഈ പരിപാടി കാണാൻ വേണ്ടിട്ട്? ഇപ്പൊ അമ്മയുണ്ട്, ആന്റി ഉണ്ട്. അമ്മയും ആന്റി ഒക്കെ ഉണ്ട്. ഓക്കെ. ഭയങ്കര സ്റ്റേജിന്റെ മുന്നിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തോ? സപ്പോർട്ട് ചെയ്ത് അവരുടെ തന്നെ സപ്പോർട്ട് കൂടുതലുണ്ടായി. ഓക്കെ. സുഹൃത്തുക്കളെ വന്നില്ലാരും? സുഹൃത്തുക്കൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അപ്പോ അവര് വരുന്നൊക്കെ പറഞ്ഞു. പിന്നെ ക്ലാസ്സുള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട്. ഓക്കെ. സ്കൂളിൽ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്? സ്കൂളില് ഞങ്ങളുടെ ജംഷീർ മാഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറിന്റെ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. മാഷ് മിമിക്രി ചെയ്യാറുണ്ടോ? മാഷ് മിമിക്രി ചെയ്യാറില്ല, പക്ഷെ അഭിനയം അതിനോടൊക്കെ നല്ല ക്രേസ് ഉള്ള ഒരാളാണ്. ഓക്കെ. മിമിക്രിയോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണല്ലേ? ഓക്കെ. നമുക്കറിയാം, പിന്നെ എന്താണ് മിമിക്രിയിൽ സാധാരണ നോർമലി നമുക്ക് കൂടുതൽ മൃഗങ്ങളുടെയും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതൽ കാണാറ് പല മിമിക്രി വേദികളും മത്സരങ്ങളൊക്കെ. ആദ്യം എന്തൊക്കെയാ ചെയ്തത്? ഞാൻ കുറച്ച് ആൾക്കാരുടെ ശബ്ദം അനുകരിച്ചു, പിന്നെ ഈ മൃഗങ്ങള് അങ്ങനത്തെ ഒക്കെ കുറച്ച് അനുകരിച്ചല്ലേ. നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണാൻ വളരെ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് മിമിക്രിയിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പെർഫോം ചെയ്യുക എന്നത് ഇറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ. സോ നമുക്ക് അതൊന്ന് ഒന്ന് കാണട്ടെ. എന്താ അതാണ് മിമിക്രി, അതായത് ആദ്യശ്രീക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 സംഭവങ്ങൾ വെച്ചോളൂ. 2 സാധനം. ഫസ്റ്റ് ഒരു കോഴീനെ ആക്കാം. യെസ്. അടിപൊളി. പൂവൻ കോഴിയാണ് ഇത്? അല്ല, പെടക്കോഴി മുട്ടിയിട്ട്. ഓക്കെ. അപ്പം പിന്നെ പൂവൻ കോഴിന്റെ അറിയോ? പൂവൻ കോഴീനെ അങ്ങനെ ചെയ്യാറില്ല. നെക്സ്റ്റ് ഏതാ? നാദസ്വരം. അടിപൊളി. ഓക്കെ. പിന്നെ കുറെ കുട്ടികളുണ്ടായിരുന്നു മത്സരത്തിന്? ഒരു 8 പേരുണ്ടായി. 8 പേരുണ്ട്. ഇത് ഗേൾസ് വിഭാഗത്തിനല്ലേ? ഗേൾസിന്റെ മാത്രം. ഓക്കെ. ഇത് സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ട് പോകണല്ലേ? ആദ്യമായിട്ട്. എന്തൊക്കെയാണ് സ്വപ്നങ്ങളൊക്കെ? എന്തൊക്കെയാണ് മിമിക്രിയിലൊക്കെ സമ്മാനം വാങ്ങിയിട്ട് വന്നിട്ട്? അതായത് ലൈഫിൽ ഓരോരോ അംബിഷൻസ് ഉണ്ടാവില്ലേ? ഓക്കെ. എന്താണ് അംബിഷൻ? കലാകാരനാവണോ അല്ലെ കലാകാരിയാണോ, അങ്ങനെ എന്തെങ്കിലും? അല്ലെങ്കിൽ കലാകാരി ആവണമെന്നുണ്ട്. എനിക്ക് സിനിമ എന്നത് വലിയൊരു സ്വപ്നമാണ്, അഭിനയക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് എന്താ പറയാ, എല്ലാരെ പോലെയും ഉണ്ടല്ലോ ഡ്രീം ജോബ് എന്നെല്ലാം പറയുന്ന പോലെ. എന്താണ് ആ ഡ്രീം ജോബ്? അത് ഇപ്പം പറയുന്നില്ല. അല്ല, പറഞ്ഞോളൂ. പ്രേക്ഷകർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്, കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നേവിയിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും എനിക്കറിയില്ല. അടിപൊളി. വളരെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ആദിശ്രീയുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ വളരെ സ്പെഷ്യലാണ്. നേവിയിൽ വലിയ പോസ്റ്റിൽ ഓഫീസ്, പിന്നെ അതായത് അറിയാലോ, ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സ്പെഷ്യൽ സ്വപ്നമാണ്. എന്താണ് ഇങ്ങനൊരു സ്വപ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? എനിക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഒരു മൈൻഡില് ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പൊ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുമ്പോ ഒക്കെ. അച്ഛൻ എന്താണ് ജോലി? അച്ഛൻ അമാന ടൊയോട്ടയില്. അതല്ലേ?
അമാന ടൈറ്റിൽ വർക്ക് ചെയ്യണം. ഇവിടെ കണ്ണൂര്. ഓക്കെ, നമുക്ക് മിമിക്രി എന്ന് പറയുന്ന സമയത്ത് ശബ്ദാനുകരണം ഒരുപാടുണ്ടാവല്ലോ. ആരെങ്കിലും ശബ്ദം അനുകരിക്കാൻ പറ്റുമോ? നമ്മുടെ ഏതെങ്കിലും നടന്മാരുടെയോ നടിമാരുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ഒന്ന്? കാവ്യമാധവന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുക, എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നറിയാം. ഓക്കെ. അയ്യോ, എന്തോരം ആൾക്കാരെ ഇവിടെ! എനിക്ക് കണ്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്ത് എനിക്ക് സമ്മാനം കിട്ടുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ വിജയാശംസകൾ ഞാൻ നേരിടുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പ്രഷർ ആസ്വദിച്ചാണ്. എന്തായാലും കാവ്യമാധവന്റെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓക്കെ, മറ്റ് എന്തൊക്കെയാണ് മറ്റ് ജീവിതത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ? സാധാരണ എത്ര ക്ലാസ് പഠിക്കുന്ന ആദിശ്രീ? ഞാൻ ഇപ്പൊ 10th പരീക്ഷയ്ക്ക് വരാൻ പോകാനാണല്ലോ. എങ്ങനെ കൊണ്ടുവന്നു രണ്ടും കമ്പൈൻഡ് ആയിട്ട് പഠിപ്പും അതുപോലെ തന്നെ? രണ്ടും തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഓക്കെ, അടിപൊളി. ഓക്കെ, വളരെ സന്തോഷം. ആദിശ്രീ കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. അപ്പൊ ഒരുപാട് നല്ല സമ്മാനങ്ങളൊക്കെ ആദിശ്രീക്ക് നേടാൻ വേണ്ടിയിട്ടാവട്ടെ. ഇനിയും വരുന്ന മത്സരങ്ങൾ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനമൊക്കെ നേടിയിട്ട് നമുക്ക് പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെ ആദിശ്രീയുടെ ഫോട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണടിയിട്ട് ആദിശ്രീ നമുക്ക് കാണാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ വകയായിട്ടുള്ള ഇമ്മാനുവൽ കണ്ണൂർ വിഷൻ കൂടെ ഇമ്മാനുവൽ സിൽക്ക് സമ്മാനിക്കുന്ന ഒരു നല്ലൊരു സമ്മാനമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങോട്ട് വരാനായിട്ടുള്ളൊക്കെ സപ്പോർട്ട് ചെയ്തത്, എന്റെ കാര്യങ്ങളിൽ നോക്കിയതൊക്കെ ശിവദാസൻ മട്ടന്നൂരാണ്. അദ്ദേഹമാണ് എന്നെ കൂടുതലായിട്ട് അദ്ദേഹത്തെ എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് എന്നെ ഇത്ര വരെ എത്തിച്ച അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ ശിവദാസൻ മട്ടന്നൂരുള്ള നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട കലാകാരനാണ് ശിവദാസൻ മട്ടന്നൂർ. അദ്ദേഹമാണ് മിമിക്രിയിൽ ആദിശ്രീയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആദിശ്രീ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ശിവാട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ നോക്കിയോ, ശിവാട്ടനോടുള്ള നന്ദി വളരെ നന്നായിട്ട് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്.